നല്ല മെസ്സേജുകളാണ് കൊടുക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാകുന്നു. സ്വകാര്യ ബസ്സുകളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ഞങ്ങൾ ഒന്നിച്ചു നിർത്തും. അത് ഈ സമൂഹത്തിന്റെ പൊതു സ്വത്താണ്. ആ സ്വകാര്യ വ്യവസായം സാധാരണ യാത്രക്കാരന്റെ യാത്രാ വാഹനമാണ് ബസ് എന്നൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. പക്ഷെ സംസാരം മാത്രമല്ലാതെ ഇന്നുവരെയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ സർക്കാർ സാധിച്ചിട്ടില്ല. ഇപ്പൊ നിത്യേന ഡീസൽ അടിക്കാൻ പോലും പൈസ കിട്ടാത്ത ഒരു അവസ്ഥയാണ്. 103 രൂപയായി ഡീസൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നേരത്തെ പറയേണ്ടായി, നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ ഒരു ഡിമാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഡിമാൻഡ് അല്ല, നമ്മളൊരു IMSന്റെ സംസ്ഥാന നേതാവ്, INTUCയുടെ സംസ്ഥാന നേതാവ് തുടങ്ങി എല്ലാ സംസ്ഥാന നേതാക്കളും കേരളത്തിലെ എല്ലാ സ്വകാര്യ ബസ് ഉടമ സംഘടനകളും ചേർന്നുകൊണ്ട് ഒരു സമരസമിതി രൂപീകരിക്കുകയും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി 13-ാം തീയതി കേരളത്തിലെ ബസ് ഉടമസ്ഥന്മാരെയും തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് നടപ്പാക്കേണ്ട രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം. കേരളത്തിൽ ഒരേ ദൂരത്തിൽ ഒരേപോലെ പാരലായി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും, അതിൽ ഒരു സൈഡിൽ കൂടെ പോകുന്ന ബസ്സുകളിൽ ഫ്രീയും ഇപ്പുറത്തൂടെ പോകുന്ന സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റും എടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ സൈഡിൽ കൂടി പോകുന്ന ബസ് സൈഡ് ആക്കേണ്ടി വരും. മറ്റേത് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുണ്ടാകുക എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടാകുന്നത് വരെ क्या हुआ कैसे हुआ कब हुआ 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 ഇവളണിയും പൊന്നല്ലേ
Kerala and Karnataka, the glow of purity.